സ്റ്റോക്ക് ആൻഡ് ട്രേഡിംഗ് എന്താണ്? നമുക്ക് സ്റ്റോക്ക് എന്ന് പറയുന്ന വാക്കിനെയും ട്രേഡ് എന്ന് പറയുന്ന വാക്കിനെയും ഒന്ന് ഡിഫൈൻ ചെയ്യാം. തീർച്ചയായിട്ടും. സോ ക്യാൻ യു ഡു ദാറ്റ്? ഓക്കെ, സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ചെറിയൊരു യൂണിറ്റ് ആണ്. ഐ ഗിവ് എൻ എക്സാമ്പിൾ. ഞാനൊരു കമ്പനി തുടങ്ങണമെന്ന് വിചാരിക്കുക. എൻ്റെ കമ്പനിയുടെ പേര് $1,000,000 എന്നാണ്. ഞാൻ ഈ കമ്പനി എനിക്ക് റണ്ണ് ചെയ്യണമെങ്കിൽ മേ ബി എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. ഈ പണം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് പല സ്ഥലത്തു നിന്നും എന്ത് ചെയ്യാം, ഈ പണത്തെ കളക്ട് ചെയ്യാം. എനിക്ക് ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്യാം, ഇൻഡിവിജ്വൽസിന്റെ നിന്നും പണം വാങ്ങാം. ഇങ്ങനെ പല 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 ആശയങ്ങളുണ്ട്. ഇത്തരത്തിലൊരു ആശയമാണ് എനിക്ക് പബ്ലിക്കിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യാമെന്നുള്ളത്. ഇറ്റ്സ് എ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇങ്ങനെ എൻ്റെ കമ്പനിയുടെ ലെറ്റസ് എൻ്റെ കമ്പനിയുടെ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കുക. എൻ്റെ കമ്പനിയുടെ 20%, അതായത് 20 രൂപ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 20% പബ്ലിക്കിലേക്ക് കൊടുക്കുന്നു. ഈ പബ്ലിക്ക് 20 രൂപ എനിക്ക് തിരിച്ചു തരുന്നു. പബ്ലിക് എന്ന് പറയുമ്പോൾ 20 രൂപ 50 പൈസ വെച്ച് 40 പേരായിരിക്കാം തരുന്നത്, 1 രൂപ വെച്ചിട്ട് 20 പേരായിരിക്കാം തരുന്നത്. അത് അതിന്റെ രീതികൾ അനുസരിച്ചിരിക്കും. അങ്ങനെ എൻ്റെ കമ്പനിക്ക് പണം റേസ് ചെയ്യാനായി ഞാൻ പബ്ലിക്കിൽ നിന്നും പണം എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 പൈസയുടെ 40 കഷ്ണങ്ങളായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത്തരമൊരു യൂണിറ്റിന്റെ പേരാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ ട്രേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കുകളെ പബ്ലിക്കിന്റെ ഇടയിൽ ആയതുകൊണ്ട് തന്നെ വലിയൊരു പൂളിൽ നിന്നുകൊണ്ട്, അതായത് ഒരുപാട് ആളുകൾക്കിടയിൽ നിന്നും വാങ്ങുവാനും വിൽക്കുവാനും പറ്റും. എന്റെ കയ്യിലുള്ള $1,000,000 സ്റ്റോക്ക് സുലാൽ സാറിന് തരാനും തിരിച്ച് എനിക്ക് തരാനും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനെയാണ് ട്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. സ്റ്റോക്കുകളെ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ അത് സ്റ്റോക്ക് ട്രേഡിംഗ് ആവും. അത് ട്രാൻസാക്ട് ചെയ്യുന്നില്ല, ഞാൻ വാങ്ങി കുറച്ചുനാൾ അതിൽ നിൽക്കട്ടെ, കമ്പനി വളരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റിംഗ് ആയിട്ട് മാറും.